പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ബ്രാഞ്ചുകളിൽ ജോലി നേടാൻ അവസരം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 5138ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതുമായ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തസ്തികയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ തസ്തികയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കേണ്ട അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്രന്റീസ് തസ്തികയിലെ മൊത്തം 5138ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായാണ് അപ്രന്റീസ് തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. കേരളത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 3 സർക്കിൾസിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓരോ സർക്കിളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവും SC, ST, OBC, EWS, UR, PWBD തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവും എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 24 ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ്. 2025 ഡിസംബർ 31 അതിനു മുമ്പോ ആയി യോഗ്യത നേടിയ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ബിരുദം നേടിയ തീയതി 2026 ജനുവരി 1 4 വർഷത്തിൽ കൂടുതൽ മുമ്പുള്ളതാകരുതെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബിരുദം നേടിയിട്ടുള്ള തീയതി 2022 ജനുവരി 1 അതിനുശേഷമോ ആയിരിക്കണം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC, ST വിഭാഗത്തിന് 5 വർഷം വരെ, OBC നോൺ ക്രീമി ലെയർ 3 വർഷം വരെ, PWBD വിഭാഗത്തിന് 10 വർഷം വരെ. അതുപോലെ തന്നെ വിഡോസ്, റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ജനറൽ EWS കാറ്റഗറിയിലുള്ളവർക്ക് 35 വയസ്സ് വരെയും, OBC വിഭാഗത്തിന് 38 വയസ്സ് വരെയും, SC, ST വിഭാഗത്തിന് 40 വയസ്സ് വരെയുമാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. ഇനി സ്റ്റൈപ്പൻഡ് നോക്കാം. റൂറൽ ഓർ സെമി അർബൻ ഓർ അർബൻ ഏരിയയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ സ്റ്റൈപ്പൻഡ് 12,300 രൂപയാണ്. മെട്രോ ഏരിയയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപയാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഓൺലൈൻ റിട്ടൺ ടെസ്റ്റിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 4 സെക്ഷൻസ് ആണ് ഈ ടെസ്റ്റിനുള്ളത്. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് എന്നിങ്ങനെ 4 സെക്ഷൻ. ഓരോ സെക്ഷനും 25 മാർക്കിന്റെ 25 ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1 മണിക്കൂറാണ് എക്സാം ടൈം. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആയിരിക്കും. ഈ വിജ്ഞാപന പ്രകാരം 2026 മാർച്ച് മാസത്തിലാണ് ഈ തസ്തികയിലേക്കുള്ള എക്സാം നടത്തപ്പെടാൻ സാധ്യതയുള്ളത്. ഇതുപോലുള്ള ബാങ്ക് എക്സാമുകൾക്കും കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് 12 മാസത്തെ ട്രെയിനിങ് പീരീഡ് ആണ് ഉണ്ടാവുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ജനറൽ, OBC, EWS വിഭാഗത്തിൽപ്പെട്ട മെയിൽ കാൻഡിഡേറ്റ്സിന് 944 രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. ജനറൽ, OBC, EWS വിഭാഗത്തിൽപ്പെട്ട ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 708 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, PWBD വിഭാഗത്തിൽപ്പെടുന്നവർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്കും 236 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 24 ആണ്. ഉദ്യോഗാർത്ഥികൾ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സിന്റെ ഒഫീഷ്യൽ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക.
പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളും എല്ലാം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു അവസരം കൂടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.